പോലീസിനെ തന്നെ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. സേവ്യർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അലോഷ്യസ് സേവ്യർ, ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലാണ് ഈ കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. ചെറുതൊന്നുമല്ല, 10 കിലോ ആണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളും മറ്റും കാണാം. എന്താണ് നമ്മുടെ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും ഒക്കെ ഇതിന്റെ കേന്ദ്രമായി മാറുകയാണോ? വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ കളമശ്ശേരി പോളിടെക്നിക് കോളേജുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. 10 കിലോയോളം കഞ്ചാവ് പിടിച്ചിരുന്നു. നമ്മൾ 1-2 മാസക്കാലമായി കേരള പൊതുമണ്ഡലം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ വളർന്നു വരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അതിന്റെ വിപണനം എല്ലാമാണ്. അപ്പോൾ ഈ വിഷയത്തെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ഗൗരവകരമായി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ മാസം 11-ാം തീയതി കാസർഗോഡ് നിന്ന് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പസ് ജാഗരണ യാത്രയ്ക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു യാത്ര വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ, കേരളത്തിലെ ക്യാമ്പസുകളിൽ, കേരളത്തിലെ ഹോസ്റ്റലുകളിൽ വളർന്നു പന്തലിച്ചിരിക്കുന്ന ലഹരി മാഫിയയുടെ ഇടപെടലുകളെ നമുക്ക് അതിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ടായിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളെ മോചിതരാക്കേണ്ടതായിട്ടുണ്ട്. അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിന് സർക്കാർ വലിയ രീതിയിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമുണ്ടോ എങ്കിൽ അവർ SFIക്കാരായിക്കൊള്ളട്ടെ, KSUക്കാരായിക്കൊള്ളട്ടെ, MSFകാരായിക്കൊള്ളട്ടെ, അവരും ഏത് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ടുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ആളുകളാണെങ്കിൽ കൂടിയും അത്തരം ആളുകളെ നമുക്ക് ക്യാമ്പസുകളിൽ നിന്ന് തുടച്ചു നീക്കേണ്ടതായിട്ടുണ്ട്. അവരെ ഈ ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് നമുക്ക് മോചിതരാക്കേണ്ടതായിട്ടുണ്ട്. അതിന് സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനങ്ങൾക്കും കലവറയില്ലാത്ത പിന്തുണ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ ഉറപ്പു തരികയാണ്. നമുക്ക് മുന്നോട്ട് പോയി ഈ ലഹരിയെ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കുന്ന ഒരു പ്രയാണം. ഈ പരിശോധനകൾ കാര്യക്ഷമമാണെന്ന് അലോഷ്യസ് വിശ്വസിക്കുന്നുണ്ടോ? കാരണം ഇപ്പൊ വാർത്തകളൊക്കെ വന്നു, കുറെ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ ഡാൻസ് ഓഫ് ടീമും എക്സൈസും ഒക്കെ ഉണർന്നത്. ഇത് നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ല, ഇവിടത്തെ കേരളത്തിലെ എക്സൈസ് വകുപ്പും ആഭ്യന്തര വകുപ്പും ഈ വിഷയത്തിൽ തികഞ്ഞ പരാജയമാണെന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഈ വാർത്തകളെല്ലാം വരുമ്പോൾ അവിടെയും ഇവിടെയും പല രീതിയിലേക്കുള്ള വേട്ടകൾ നടക്കുന്നു, പിടിക്കുന്നു. ഒരു ചെറിയ പ്രോസസ്സായി മാത്രം ഇതിനെ അവസാനിപ്പിക്കരുത്. ഇതിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്. 10 കിലോ കഞ്ചാവാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ആരുമായിക്കൊള്ളട്ടെ, ഏത് വിദ്യാർത്ഥികളുമായിക്കൊള്ളട്ടെ, അവർക്ക് എവിടെ നിന്ന് ഇത് ലഭിച്ചു, ആരാണ് അവർക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നത്, ആരെല്ലാം ഇതിന്റെ ശൃംഖലയുടെ ഭാഗമായിട്ടുണ്ട് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അന്വേഷണം. അല്ലാതെ നമ്മൾ 10 കിലോ എന്ന് പറയുന്ന ഈ വിഷയത്തെ മാത്രം പർവ്വതീകരിച്ചുകൊണ്ട് ഇതിന്റെ പിന്നണിയിൽ നിൽക്കുന്ന, ഇതിൽ വലിയ കച്ചവട താല്പര്യമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി അത് മാറരുത്. അതിൽ മുഴുവൻ ആളുകളെ, അത് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു വസ്തു മാത്രമല്ല, മറ്റ് രാസലഹരികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അതിൽ യാതൊരു രീതിയിലേക്കും കക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാകരുത്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ മറ്റ് അവർക്ക് പരിചയമുള്ളതോ പരിചയമില്ലാത്തതോ താല്പര്യമുള്ളതോ താല്പര്യമില്ലാത്തതുള്ള ആളുകളോ ഏതെങ്കിലും കണ്ണിയുടെ ഭാഗമായിട്ട് പിടിക്കപ്പെടുകയോ ഇതിന്റെ ഭാഗമാവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയുക മാത്രമല്ല, അവർക്ക് യാതൊരു രീതിയിലേക്കുള്ള രാഷ്ട്രീയ പരിരക്ഷയും ഒരു സംഘടനയും, അത് KSU എന്ന സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും. അതേപോലെ SFIയും മറ്റ് സംഘടനകളെല്ലാം അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് കേരളീയ പൊതുമണ്ഡലത്തിൽ നിന്ന്, ക്യാമ്പസിൽ നിന്ന് ഈ വിപത്തിനെ തുടച്ചു നീക്കാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അലോഷ്യസ് സേവ്യറാണ്, KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. ഏതായാലും ക്യാമ്പസുകളിൽ നിന്ന് ലഹരി പിടിക്കുന്നു, നമ്മൾ പല സ്ഥലങ്ങളിലും ലഹരിയുടെ വേട്ട കണ്ടെത്തുന്നു. ഇപ്പോൾ നേരിട്ട് കളമശ്ശേരി പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ നിന്നും, മെൻസ് ഹോസ്റ്റലിൽ നിന്നും 10 കിലോ കഞ്ചാവൊക്കെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമ്പസുകൾ എങ്ങോട്ടേക്ക് പോകുന്നു, ഇതാരും ശ്രദ്ധിക്കുന്നില്ലേ? ഇത് ഈ തികച്ചും അരക്ഷിതമായ സാഹചര്യമാണ്.